ഹലോ, നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ തുണികളോ അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ കവറോ ഒക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി തുണിയും കവറും പേപ്പറും ഒന്നും വേണ്ട കേട്ടോ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. ഇതുപോലുള്ള കുപ്പി മതി. ഇത് നമ്മൾ 10 രൂപയ്ക്ക് മേടിക്കുന്ന 7up കുപ്പിയാണ് കേട്ടോ. ഇതുപോലത്തെ കുപ്പികളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഈ കുപ്പി വെച്ചിട്ടാണ് ഇന്നൊരു കിടിലം പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ എടുത്തതിന് ശേഷം നമ്മളിതാ ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു പൊന്തിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സംഗതി പിടികിട്ടി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം തന്നെ ഒരു നല്ല ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടില്ലേ, നല്ല ഷൈനിങ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് കളർ ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. ഞാനൊരു ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഓറഞ്ച് പൂക്കൾ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓറഞ്ച് കളർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് റെഡോ വയലറ്റോ യെല്ലയോ ഏത് കളർ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഇതുപോലെ 3 പൂക്കൾക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം, നല്ല പോലെ ഡ്രൈ ആക്കണം. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഡ്രൈ ആക്കി എടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മളൊരു കളർ ചെയ്ത് കൊടുക്കുന്ന കുറച്ചുകൂടെ പൂവിൻ്റെ ഒരു ഭംഗി കാണിക്കും. അപ്പോൾ ഞാൻ ഒരു റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് മിഡിൽ ഭാഗത്തായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കമ്പുണ്ടല്ലോ, ആ കമ്പ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ നൈസായിട്ടുള്ള കമ്പ് എടുത്തതിന് ശേഷം ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണേ. അതിനുശേഷം നമ്മൾ പൂവ് കട്ട് ചെയ്തെടുത്ത അതേ കുപ്പിയിൽ നിന്ന് തന്നെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ലീഫും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞ കേട്ടോ. നമ്മുടെ പൂക്കൾ ഇവിടെ സെറ്റാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പേപ്പറൊന്നും വേണ്ട, സാധാ നമ്മുടെ വീട്ടിലുള്ള കുപ്പി വെച്ച് തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാതെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്